ഗൈസ്, എൻ്റെ എക്സാം കഴിഞ്ഞ പാട് ഞാൻ എൻ്റെ മ്യാമൻ്റെ വീട്ടിലേക്ക് വന്നു. അതായത് ഈ കണ്ണൂരുള്ള ശ്രീകണ്ഠപുരത്ത്. ആടെ പോയാലുള്ള ഒരു വ്ളോഗാണ് ഇത്. എൻ്റെ മാമൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് പ്ലാനിങ് എല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ കസിൻസ് എല്ലാം ഇത് ആദ്യമേ പറഞ്ഞിനി. പിന്നെ ആടെ ഞാളും കൂടെ പോയാലോ എല്ലാവരും കൂടെ അങ്ങ് പ്ലാൻ ചെയ്തു. എൻ്റെ അച്ഛനാണ് ഈ ബലൂൺ എല്ലാം വാങ്ങിയത്. അതുകൊണ്ട് തന്നെ നല്ല പല വർണ്ണങ്ങളിലുള്ള ബലൂൺ നമുക്ക് കിട്ടീനി. ഞാളെ പ്ലാനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാമനെല്ലാം ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഇതെല്ലാം അറേഞ്ച് ചെയ്യാന്ന്. പക്ഷേ മാമൻ ഉറങ്ങാൻ അന്ന് 11:30 ആയി. പിന്നെ ഞാളെ ഉറങ്ങുന്നവരാക്കി മാമനെയും കിടത്തി. അച്ഛനും അമ്മക്കൊന്നും 12 മണിയാവാൻ ക്ഷമയില്ല. പാർട്ടി പോപ്പെല്ലാം വാങ്ങിക്കെങ്കിലും അതൊന്നും ഒരു ഉപകാരവും ചെയ്തിട്ടില്ല. ഞാള് ബലൂണ് പൊട്ടിച്ചാണ് മാമനെ എണീപ്പിച്ചത്. പറയുമ്പോൾ അങ്ങനെ കുറച്ച് മിസ്റ്റേക്ക് എല്ലാം വരും. അതെല്ലാം നിങ്ങളങ്ങ് ക്ഷമിച്ചേക്ക്. നമ്മളെ കാര്യത്തിൽ വരാം. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്ത് രാവിലെ ഞാള് സിനിമക്ക് പോകുന്നു. കുറേ ദിവസം മുമ്പേ സിനിമക്ക് പോവാന്ന് പറയുന്നുണ്ട്. പിന്നെ സീറ്റില്ല. എപ്പം നോക്കിയാലും ഒരു സീറ്റ് പോലും ഉണ്ടാവില്ല. 4 സീറ്റ് അടുത്തടുത്തുണ്ടാവില്ല. ഞാള് രാവിലെ 10:45 ഷോയിനാണ് പോയത്. ആലിംഗിൽ തിയേറ്റർ എന്ന് പറയുന്ന ഒരു തിയേറ്ററിലാണ് നമ്മൾ അന്ന് പോയത്. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ ഞാള് ടിക്കറ്റ് എല്ലാം വാങ്ങി. ഞാളെ സീറ്റുള്ളത് ബാൽക്കണിയിലാണ് ഗൈസ്. സോ നമ്മൾ വേഗം അകത്തേക്ക് പോയി. ഈ കസിൻസിൻ്റെ കൂടെ ഒന്ന് സിനിമക്ക് പോറ് ഗൈസ്. ഇവിടെ സീറ്റിന് പോലും അടിയാണ് തമ്മിൽ. പക്ഷെ പാവങ്ങളാണ് ഗൈസ്. സിനിമ എന്തായാലും അടിപൊളിയായിരുന്നു. പക്ഷെ ഞാളെ വിഷമം എന്താന്ന് വെച്ചാൽ ഞാള് മന്തി കഴിക്കാന്നെല്ലാം വിചാരിച്ച അന്നേരാണെങ്കിൽ വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് മന്തിയില്ലേലും നെയ്ച്ചോറും ചിക്കനും. അങ്ങനെ കുഞ്ഞാറ്റ പ്രേതായതിനു ശേഷം ഞാള് നേരെ മാമാനത്ത് അമ്പലത്തിലേക്ക് പോയി. ഞാളെല്ലാവരും കാറിലാണ് പോയത്. അച്ഛനും അമ്മയും സ്കൂട്ടിയിലും പോയി. ആടെ കുറേ നേരം നിന്നാലാണ് പ്രാർത്ഥിക്കാൻ പറ്റൂ. കാരണം ആടെ അത്രക്കും തിരക്കേനു. പിന്നെ നല്ല സാമ്പാറും ചോറും തിന്നു. അതിനുശേഷം പിന്നെ ആടെ അടുത്തുള്ള കുറേ റിലേറ്റീവ്സിൻ്റെ വീട്ടിലെല്ലാം പോയി. ഞാള് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. ബൈ ഗൈസ്.